ഗൈസ്, ഇതാണ് നമ്മുടെ നെത്തോലി മീൻ. ഇതിന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഹലോ ഗൈസ്, 2 തക്കാളി, 1 സവാള, കുറച്ച് പച്ചമുളക്, വൃത്തിയാക്കിയ നെത്തോലി മീനാണ്. ലേശം മുളക് പൊടി, 1/2 സ്പൂൺ മതി കേട്ടോ. ലേശം നമ്മുടെ കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. രണ്ടും കൂടി മിക്സ് ചെയ്യണം. നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം. മുളക് പൊടിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഒന്ന് മസാല നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. പച്ചമുളക് എണ്ണയിലിട്ട് ചൂടാക്കാണ്. അടുത്ത സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇട്ട് കൊടുക്കാണ്. എന്നിട്ടൊന്ന് ഇളക്കാം. അങ്ങനെ എണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടാ. എന്നിട്ടത് കോരി ഒരു കിണ്ണത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം അടുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ ഉള്ളി. അടുത്ത നമ്മുടെ തക്കാളിയാണ്. തക്കാളിയും നന്നായിട്ടൊന്നും വേവണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ മീനാണ് നെത്തോലി. അപ്പം ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരുമ്പം കുറച്ച് നേരം ഒന്നിരിക്കണം. അപ്പം ആ മസാലയൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഹലോ ഗൈസ്, ഒടുവിൽ നമ്മുടെ മീൻ ഫ്രൈ റെഡി. കൊച്ചു മീനാണ് നെത്തോലിയെങ്കിലും കഴിച്ചുള്ള ടേസ്റ്റ് ഉണ്ടല്ലേ, വേറെ ലെവലാണ്. കണ്ടപ്പോൾ തന്നെ ആർക്കായാലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഇഷ്ടം തോന്നും. കഴിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഇഷ്ടം തോന്നും. നമ്മളെ കൊച്ചു മീനാണെങ്കിലും ടേസ്റ്റ് ഉണ്ടല്ലേ, അപാരം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും.